ഈ പുറകിൽ കാണുന്നതാണ് എന്റെ ആ ഒരു മഹത്തായ സാമ്രാജ്യത്തിന്റെ തുടക്കം. അതായത് യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റി കിങ്ഡം ആണെങ്കിലും റിലാക്സ് ഫോഴ്സ് എന്നുള്ള എന്റെ മോനാണെങ്കിലും സമസ്ത പ്രപഞ്ചത്തിന്റെയും പട്ടിണി അസുഖം എല്ലാം മാറ്റി സന്തോഷം, സമാധാനം, ആരോഗ്യം നൽകുന്ന ആ ഒരു കമ്പനി. അതായത് ലോകം മുഴുവൻ ഗ്ലോബാണ്. ഓക്കെ, ഒരിക്കലും കുമ്പളങ്ങിയല്ല, കൊച്ചിയല്ല, കേരളമല്ല, ഇന്ത്യയല്ല, ഭൂമി മുഴുവൻ. കാരണം ഈ ഭൂമിയെല്ലാം ഒന്ന് തന്നെയാണ്. മനുഷ്യരാണ് അതിനെ ഇങ്ങനെ വിഭജിച്ച് ബോർഡേഴ്സ് എല്ലാം ആക്കിയത്. ഓക്കെ, അപ്പൊ സമസ്ത പ്രപഞ്ചത്തിൽ ലോകത്തുള്ള എല്ലാവരുടെ പട്ടിണി അസുഖം മാറ്റണം എന്നുള്ളത് ഈ വിഷ്ണു എന്നുള്ള എന്റെ ആഗ്രഹമാണ്. അതായത് എന്റെ സ്വപ്നമാണ്. അപ്പൊ അതിലേക്കുള്ള ആദ്യത്തെ ഒരു പടിയാണ് ഈ കാണുന്ന എന്റെ റൂം, എന്റെ ഓഫീസ് റൂം. അപ്പോ ഇത് ഈ കൺവേർട്ട് ആയത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെയാണ്. ഓക്കെ, വളരെ കുറഞ്ഞ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പെർഫെക്റ്റ്ലി ഞാൻ അലൈൻ ചെയ്തു. ഇതുപോലെ തന്നെയാണ് ഞാൻ റിലാക്സ് ഫോഴ്സിന്റെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റിയുടെ അക്കൗണ്ടിൽ ഇട്ടിരിക്കുന്ന 1300 വീഡിയോസ് ഉണ്ട്. ആ ഒരു വീഡിയോസിൽ പറഞ്ഞിരിക്കുന്ന എല്ലാവിധ കാര്യങ്ങളും ഞാൻ ചെയ്തിരിക്കും. അത് ഒറ്റക്ക് തന്നെ ചെയ്യും. ഓക്കെ, കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് ആരുടെയും കൂട്ടിന്റെ ആവശ്യമില്ല. കാരണം എന്റെ ഭാഗത്താണ് സത്യവും ധർമ്മവും ന്യായവും നീതിയും, അതോടൊപ്പം തന്നെ തന്റേടും ഉണ്ട്, ആ ഒരു ആത്മവിശ്വാസം ഉണ്ട്, ആരോഗ്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം എനിക്കുള്ളത് കൊണ്ട് തന്നെ എന്റെ സമസ്ത പ്രപഞ്ചത്തിലെ കുഞ്ഞുങ്ങൾക്കും അതോടൊപ്പം തന്നെ ജീവജാലങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള സുരക്ഷിതത്വം എന്റെ കർമ്മം തന്നെയാണ്, എന്റെ ധർമ്മം തന്നെയാണ്. അപ്പൊ അത് ഞാൻ ചെയ്യും. എനിക്ക് അപ്പൊ അതിനാരുടെയും ആ ഒരു താല്പര്യം അല്ലെങ്കിൽ ആരുടെ ഒരു സപ്പോർട്ട് എനിക്ക് വേണ്ട. ഇവിടുത്തെ വിഡ്ഢികളായ പൊളിറ്റീഷ്യൻസിന്റെയോ സിനിമാ നടന്മാരുടെയോ ബിസിനസ് ആൾക്കാരെയോ ഒന്നും വേണ്ട. കാരണം അവരെല്ലാം സീറോ ആവാൻ വേണ്ടിയിട്ട് വളരെ കുറഞ്ഞ സമയം മതി. കാരണം ഇനി ഉടനെ ഇന്ത്യയിൽ കാണാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ ഇതായിരിക്കും. അതായത് നമ്മൾ കട്ടും മോഷ്ടിച്ചും ഈ പറയുന്ന അഴിമതി കാണിച്ചും സിനിമാ നടന്മാരെല്ലാം സംരക്ഷിച്ച ആ ഒരു പണം എല്ലാം അവർ കൊണ്ടുപോയി കഴിഞ്ഞു. ആ ഒരു വൺ മാൻ ഗവൺമെന്റിലായിട്ട് അവർ കൊണ്ടുപോയി കഴിഞ്ഞു. അപ്പൊ ഇനിയുള്ള ഈ പറയുന്ന നമ്മുടെ നോട്ടുകളെല്ലാം ഇതുപോലെ റോഡിലെല്ലാം കിടക്കും. ഓക്കെ, അപ്പൊ ഇത് വരാൻ പോകുന്നു. കാരണം അതൊരു വളരെ മൈന്യൂട്ട് സെക്കൻഡിൽ ലോകത്തിലെ എല്ലാവരും അല്ലെങ്കിൽ ഇന്ത്യയിലെ എല്ലാവരും അറിഞ്ഞാൽ മതി. അതായത് അവരുടെ അക്കൗണ്ടിലെ പണം അവരുടെ അക്കൗണ്ടിൽ ഇല്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും ബാങ്കിലേക്ക് ചെല്ലുമ്പോൾ ആ ഒരു ബാങ്കേഴ്സിന്റെ ആ ഒരു കപടത അല്ലെങ്കിൽ ആ ഒരു അവരുടെ ആ ഒരു മറ അല്ലെങ്കിൽ ആ ഒരു അസത്യം പുറത്തു ചാടും. കാരണം അക്കൗണ്ടിൽ പണമില്ല. ആ ഒരു ഗൂഗിൾ പേയിലെ അക്കൗണ്ടിൽ പണം ഉണ്ടാവും, പക്ഷെ നിങ്ങളുടെ അക്കൗണ്ടിൽ പണം ഉണ്ടാവില്ല. അപ്പൊ അതെല്ലാം ആകുമ്പോൾ ആ ഒരു വലിയ യുദ്ധം ഇവിടെ നടക്കും. അപ്പൊ ഇതെല്ലാം വന്നു കഴിയുമ്പോൾ പിന്നെ വേണ്ടത് ശുദ്ധമായ പ്രാണവായു, ശുദ്ധമായ ഭക്ഷണം, ശുദ്ധമായ ജലം. കുഞ്ഞുങ്ങളെല്ലാം ആ ഒരു ബ്രെയിൻ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അവരൊന്നും ഇപ്പൊ ചിരിക്കാറില്ല. അവർക്കെല്ലാം ആ ഒരു പ്രായത്തിലേക്കായി പോയി. അതായത് യൗവനമെല്ലാം വാർദ്ധക്യം എന്നുള്ള രീതിയിലായി കഴിഞ്ഞു. കാരണം അവർക്ക് ജീവിതം മടുത്തു. സ്ട്രെസ്, ടെൻഷൻ, ആൻസൈറ്റി, ഡിപ്രഷൻ, അതോടൊപ്പം തന്നെ ആരോഗ്യമില്ല, കുഞ്ഞുണ്ടാവുന്നില്ല. അപ്പൊ അങ്ങനെ എല്ലാവിധ പ്രശ്നങ്ങളും ഇവിടെ വന്നു കഴിഞ്ഞു. അതായത് പീക്ക് എത്തിക്കഴിഞ്ഞു. മനുഷ്യരാശിയിലെ ഏറ്റവും വലിയൊരു വൃത്തികെട്ടൊരു സാഹചര്യം എത്തിക്കഴിഞ്ഞു. ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം. അതോടൊപ്പം തന്നെ ജീവജാലങ്ങൾക്കും അതുപോലെ തന്നെ നശിപ്പിക്കല്. അപ്പൊ ഇതെല്ലാം ക്ലീൻ ചെയ്യാനുള്ള ഒരു കഴിവും അതോടൊപ്പം തന്നെ അതിന്റെ ഉത്തരവാദിത്വം. അതായത് എന്നെ സംബന്ധിച്ച് ഇത് എന്റെ ഒരു കർമ്മമല്ല, കാരണമാണ്. ഞാൻ വെറും ഒരു കാരണം മാത്രമേ ഉള്ളൂ. വിഷ്ണു എന്നുള്ളൊരു കാരണം മാത്രം. പ്രകൃതി എന്നെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. അപ്പൊ ഇതെല്ലാം ഇത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ അതിനെതിരെ നിൽക്കുന്ന ആർക്കാണെങ്കിലും നിൽക്കാവുന്നതാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് ജസ്റ്റ് ഒരു വേംസ് ആണ്. ഓക്കെ, എന്നെ സംബന്ധിച്ച് ഇത്രേ ഉള്ളൂ അത്. അപ്പോൾ ഇതെല്ലാം തട്ടിക്കളഞ്ഞതിന് ശേഷം സമസ്ത പ്രപഞ്ചത്തിനും സത്യവും ധർമ്മവും ന്യായവും നീതിയും എല്ലാം ഈ ഒരു കുമ്പളങ്ങി ഈ ഒരു മുറിയിൽ നിന്നും വളർന്നു വലുതാവുന്ന ആ ഒരു വലിയ മരമായിട്ട് ഞാൻ മാറുന്നതാണ്. എന്റെ മരത്തിന്റെ ചുവടിൽ എല്ലാവർക്കും അഭയം പ്രാപിക്കാവുന്നതാണ്. ഓക്കെ, സംരക്ഷണം അതിന്റെ ഉത്തരവാദിത്തമാണ്.